ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ വിഷു ഒക്കെ അല്ലേ വരുന്നത്, നമുക്ക് ചെറിയൊരു ഫോട്ടോഷൂട്ട്, ഒരു കുഞ്ഞ് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ഒന്ന് നടത്തിയാലോ. അപ്പോൾ അതിനായിട്ട് ഫസ്റ്റ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ഫൗണ്ടേഷൻ ആണ് കേട്ടോ. ഇത് വെച്ചാൽ അൾട്രാ ഫിനിഷിൻ്റെ ഫൗണ്ടേഷനാണ്. ഒരു ലോഷൻ ടൈപ്പിൽ വരുന്നൊരു ഫൗണ്ടേഷനാണ്. നമുക്ക് നാച്ചുറൽ ലുക്കൊക്കെ കിട്ടാൻ വേണ്ടി നല്ലൊരു ഹെൽപ്പ് ചെയ്യുന്നൊരു അടിപൊളി പ്രൊഡക്റ്റാണിത്. പിന്നെന്ന് വെച്ചാൽ നിങ്ങൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ അവരൊന്ന് പോയി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ സ്കിൻ കെയർ ഒക്കെ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഐബ്രോസും ഞാൻ ഓൾറെഡി ഫില്ല് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ബ്ലെൻഡർ വെച്ച് നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെ വെച്ചാൽ എനിക്ക് വലിയ രീതിക്ക് അങ്ങോട്ട് മേക്കപ്പ് ചെയ്യാൻ അറിയുമെന്ന് എന്നാലും കയ്യിലുള്ളത് വെച്ച് ഞാൻ നല്ല രീതിക്ക് ഒന്ന് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നിങ്ങൾ നല്ല രീതിക്ക് കഴുത്തിൻ്റെ ആ ഒരു സൈഡൊക്കെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു കോമ്പാക്ട് പൗഡറാണ് കേട്ടോ. ഇതെന്ന് വെച്ചാൽ ഞാൻ ഈ അടുത്ത് വാങ്ങിയതാണ്. ഒരു കോംബോ ഓഫറിൽ വേറെ ഒരു ബ്ലെൻഡറും പിന്നീട് ഈ ഒരു കോമ്പാക്ട് പൗഡറും പിന്നെ ഞാൻ ഹൈബ്രോ ഫില്ല് ചെയ്യാനായിട്ടുള്ളൊരു ബ്രഷും അതൊക്കെ ഒരു കോംബോ ഓഫറിൽ വാങ്ങിയിട്ടോ. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഐഷാഡോയും ബ്ലഷും ഒക്കെ ആയിട്ട് ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ലിപ്സ്റ്റിക്ക് തന്നെ കേട്ടോ. കാരണം എൻ്റെ കയ്യിൽ ഐഷാഡോ വേറെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ലിപ്സ്റ്റിക്ക് വെച്ചിട്ടാണ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഞാൻ മീഷോന്ന് പർച്ചേസ് ചെയ്തൊരു ലിപ്സ്റ്റിക്കാണ്. കാരണം ഒരു ഇങ്ങനെ 5 ഷെയ്ഡ് ഒരു സ്റ്റിക്കറായിട്ട് ഇങ്ങനെ കിട്ടുന്നൊരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ അതിലുള്ള ഒരു ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഐഷാഡോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നല്ല രീതിക്ക് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു ലിപ് ലൈനറാണ് കേട്ടോ. ഇത് ഞാൻ ഇവിടെ അടുത്തുള്ള ഫാൻസിയിൽ നിന്ന് വാങ്ങിയതാണ്. ഇവിടെ ഫറോക്ക് പോയപ്പോൾ അവിടെ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇത് ഒരു റെഡും ഒരു ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള നല്ലൊരു അടിപൊളി കളറാണ്. പിന്നെ ഷെയ്ഡ് വരുന്നത് 025 അങ്ങനെ എന്തോ ആണ്. ഇത് ഇപ്പം തന്നെ ഞാൻ കുറേ പകുതിയാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ എടുത്ത് വാങ്ങിയതാണ്. നമുക്ക് ഇത് മാത്രമായിട്ട് ഇടുകയാണെങ്കിൽ നല്ലൊരു കളറാണിത്. പിന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ അധികവും ഗെറ്റ് റെഡി വിത്ത് മീ യൂസ് ചെയ്യുന്ന ഒരു ലിപ്സ്റ്റിക്കാണ്. ഇത് ഞാൻ മിക്സ് ചെയ്തിട്ടാണ് അധികം ഇടൽ. പിന്നെ ഈ ഒരു ഡ്രസ്സിലേക്ക് ഈ ഒരു ഷെയ്ഡ് ഇത് മാത്രം ഇടുകയാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും. അപ്പോൾ അത് മാത്രം ഇത് ഒരു ലിപ് ലൈനർ വെച്ച് മാത്രം ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നല്ല രീതിക്ക് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. പിന്നെന്ന് വെച്ചാൽ അടുത്തായിട്ട് ഞാനവിടെ യൂസ് ചെയ്യുന്നത് ഞാൻ പണ്ട് മുതലേ യൂസ് ചെയ്യുന്നത്, എന്ന് മുതൽ ഐലൈനർ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട് അന്ന് മുതൽ യൂസ് ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് ഈ ഒരു ഡാസ്ലറിൻ്റെ ഐലൈനർ കേട്ടോ. അപ്പോൾ ഞാൻ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് കണ്ണൊന്ന് എഴുതി കൊടുക്കുകയാണ്. അപ്പോൾ ക്യാമറയെ നോക്കിയിട്ട് അങ്ങനെ വലിയ രീതിക്ക് അങ്ങോട്ട് വൃത്തിയിൽ അങ്ങോട്ട് എഴുതാൻ അറിയില്ല. അപ്പോൾ ഞാൻ എന്നാലും മാക്സിമം ശ്രമിക്കുന്നുണ്ട് കണ്ണെഴുതാൻ. എന്നാലും പക്ഷെ ചില സ്ഥലത്തൊക്കെ ഇങ്ങനെ പരക്കുന്നുണ്ട്. അപ്പോൾ ഞാനൊന്ന് എഴുതി നോക്കാം കേട്ടോ. പിന്നെ എനിക്ക് പറ്റുന്നില്ല എന്ന് കണ്ടപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ച് കണ്ണാടി എടുക്കാം. അതങ്ങനെ ഞാൻ ചെറിയൊരു കണ്ണാടി ഇവിടെ ഉള്ളത് അത് വെച്ചിട്ട് ഞാനിവിടെ ജസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ് നല്ല രീതിക്ക്. പിന്നെ ഞാൻ ആദ്യം വിചാരിച്ചത് മേലെ മാത്രം എഴുതാമെന്നാണ്. പിന്നെ വിചാരിച്ചൊരു ട്രഡീഷണൽ ലുക്കല്ലേ, അപ്പോൾ ഒന്ന് താഴെയും കൂടെ ഒന്ന് കണ്ണെഴുതി കൊടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ താഴെയും കൂടെ ഒന്ന് കണ്ണെഴുതി വരാം. അപ്പോൾ ഞാൻ റൂമിൽ പോയിട്ട് താഴെ ഒന്ന് കണ്ണെഴുതി കൊടുത്തിട്ട് വന്നേക്കാം കേട്ടോ. ഈ കണ്ടപ്പോൾ ഫസ്റ്റ് ചിരിയാണ് വന്നത്. കാരണം ഞാൻ കുറേ കാലത്തിന് ശേഷമാണ് താഴെ കണ്ണെഴുതുന്നത്. കാരണം അയക്കില്ല വർഷേൻ്റെ പോലത്തെ ഒരു ഫീലൊക്കെയാണ് എനിക്കിപ്പോൾ എഴുതിയപ്പോൾ കിട്ടുന്നത്. പിന്നെ ഞാൻ ഈ ഒരു എന്താ പറയുക മസ്കാരയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇത് വെച്ചാൽ ഇതിൻ്റെ പേര് എനിക്ക് അങ്ങോട്ട് അറിയില്ല. കാരണം ഞാൻ കുറേ മുമ്പ് യൂസ് ചെയ്ത് തുടങ്ങിയതായതുകൊണ്ട് അതിൻ്റെ പേരൊക്കെ മാഞ്ഞു പോയിട്ടുണ്ട്. എൻ്റെ കുറേ പ്രൊഡക്റ്റിൻ്റെ പേരൊക്കെ മാഞ്ഞിട്ട് ഞാൻ കുറേ മുമ്പ് യൂസ് ചെയ്യാൻ തുടങ്ങിയതായതുകൊണ്ട്. അപ്പോൾ ഞാൻ താഴെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഐലാഷസ് ഒക്കെ ഒന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് വിടർത്തി കൊടുക്കുകയാണ്. പിന്നെ ഞാൻ അടുത്തതായിട്ട് എടുക്കുന്നത് ഈ ഒരു കമ്മലാണ്. ഇതെന്ന് വെച്ചാൽ ഞാനതിന് മുമ്പേ ഗെറ്റ് റെഡി വിത്ത് മീ ചെയ്തപ്പോൾ യൂസ് ചെയ്തൊരു കമ്മലാണിത്. ഇത് ഞാനൊരു ടെമ്പിളിൽ പോകാൻ വേണ്ടിയിട്ടൊരു ലുക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ അതിലുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീയിൽ ഈ ഒരു കമ്മലൊക്കെ ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു കമ്മലയ്ക്ക് കുറച്ചും കൂടെ മാച്ച് കൊടുക്കുന്നത് ഈ ഒരു മാലയുണ്ട്. ഞാൻ ഈ ഒരു മാലയായിട്ട് എടുക്കുന്നത്. കാരണം ആ ഒരു കമ്മലിൽ ഉള്ള പോലെ തന്നെ ആ ഒരു റെഡും ഗ്രീനും സ്റ്റോണൊക്കെ ഈ ഒരു മാലയിൽ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇത് രണ്ടും കൂടെയാണ് പെയർ ചെയ്തിട്ട് എടുക്കുന്നത്. അപ്പോൾ ഞാനിതാണ് ജസ്റ്റ് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എനിക്ക് വിചാരിച്ച് ഏതായാലും ഫോട്ടോഷൂട്ടല്ല, ഇപ്പോൾ കുറച്ചൊക്കെ ഒന്ന് ആർഭാടം ആവുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇങ്ങനത്തെ മാലയും കമ്മലൊക്കെ ഒന്ന് പെയർ ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ ഞാൻ അടുത്തായിട്ട് ഞാൻ മുടി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ. കാരണം എൻ്റെ ട്രീറ്റ്മെൻറ്റ് കഴിയാത്ത മുടിയായതുകൊണ്ട് അതിൻ്റേതായ കുറച്ചൊക്കെ ഒരു ബുദ്ധിമുട്ടുണ്ട് മുടിയൊക്കെ ഒന്ന് സെറ്റ് ചെയ്യാൻ. അപ്പോൾ ഉള്ളത് വെച്ചിട്ട് ഞാൻ നല്ല രീതിക്കൊന്ന് ഭംഗിയിൽ കെട്ടാമെന്ന് വിചാരിക്കുകയാണ്. ഞാൻ ട്രഡീഷണൽ ലുക്കായതുകൊണ്ട് കുറച്ച് ഫ്രണ്ടിലൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ബാക്കിൽ അയച്ചിടാന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ സെൻറ്റർ പാർട്ടീഷനാണ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ സെൻറ്റർ പാർട്ടീഷൻ എടുത്തിട്ട്
ഫ്രണ്ടിൽ ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു ഭാഗം മാത്രം ഞാൻ കുറച്ചിങ്ങനെ ഫ്രണ്ടിൽ 2 ഭാഗം ഇങ്ങനെ മുമ്പോട്ട് എടുത്തിട്ടുണ്ട്. ആ ട്വിസ്റ്റ് ചെയ്യാനുള്ള ഭാഗം മാത്രം ഇങ്ങനെ ഫ്രണ്ടിലേക്ക് എടുത്തിട്ട് ബാക്കിയുള്ള ഭാഗം ഇങ്ങനെ ബാക്കോട്ട് ആക്കിയിട്ട് നമ്മുടെ ടിക് ടാക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഏതാണുള്ളത്, ഹെയർ പിന്നോ അല്ലെങ്കിൽ ടിക് ടാക്ക് എന്താണുള്ളത് അതൊക്കെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ബാക്കിൽ ഇങ്ങനെ കുറച്ച് ഭാഗം എടുത്തിട്ട് ഫുള്ളായിട്ട് എടുക്കാതെ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒന്നിങ്ങനെ ടിക് ടാക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ വെച്ചാൽ ഞാൻ ഈ ഫ്രണ്ടിലേക്ക് ഇട്ട ഭാഗത്തിലായാലും ഒരു സൈഡ് എടുത്തിട്ട് ഞാനിങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ചീപ്പ് വെച്ചിട്ട് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് വെച്ചാൽ ഞാൻ അധികം ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ടാണ് മുടി കെട്ടല്. അപ്പോൾ എനിക്ക് വലിയ ബുദ്ധിമുട്ട് തോന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കെട്ടുന്നവരാണെങ്കിൽ നമുക്ക് കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ അധികം പൊന്തിക്കാത്ത രീതിയിൽ അല്ലെങ്കിൽ അധികം താഴ്ത്താത്ത രീതിയിൽ ഒരു ഏവറേജ് ആ ഒരു രീതിക്ക് വേണം നമ്മളൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊന്ന് ടിക് ടാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ഹെയർ പിൻ വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കാൻ. അപ്പം നല്ല രീതിക്ക് ആ ഒരു ഫ്രണ്ടിലേക്ക് ഇട്ട ആ ഒരു പോർഷൻ മൊത്തമായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്തിട്ടൊന്ന് ബാക്കിലേക്ക് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം കേട്ടോ. നല്ല രീതിക്ക് ആ ഒരു ചെവീൻ്റെ ആ ഒരു സൈഡിൻ്റെ ആ ഒരു അവിടെ വരെ ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മൾ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോൾ കുറച്ചൊരു ഭംഗി കിട്ടുള്ളൂ. അത് നല്ല രീതിക്ക് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കട്ടെ. കാരണം അത് ട്വിസ്റ്റ് ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ട്വിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ട്വിസ്റ്റ് ചെയ്തിട്ട് പിൻ ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങോട്ട് മുടിയിൽ നിന്ന് ഇങ്ങോട്ട് അഴിഞ്ഞിങ്ങോട്ട് പോരും, അല്ലെങ്കിൽ വൃത്തിയേടൊക്കെ ആയിട്ട് നിൽക്കും. അപ്പോൾ എൻ്റെ കുറച്ച് നെറ്റിക്ക് കൂടുതലായതുകൊണ്ട് ഞാൻ അവിടെ ഫ്രണ്ടിലുള്ള ചെറിയ ബേബി ഹെയർ ഒക്കെ ഒന്ന് തൂക്കി കൊടുക്കാൻ കേട്ടോ. അപ്പോൾ ഒരു സൈഡ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അടുത്ത സൈഡൊന്ന് ജസ്റ്റ് ഒന്ന് കെട്ടിയിട്ട് വരാം. അപ്പോൾ ഇങ്ങനെയാണ് ലുക്ക് ഉള്ളത്. അപ്പോൾ ഹെയർ സ്റ്റൈൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് ഹെയർ സ്റ്റൈലിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള ഭാഗമൊക്കെ ഇങ്ങനെയാണ് വരുന്നത്. പിന്നെ ഞാനിവിടെ ഇതാണ് കേട്ടോ, ഞാനിവിടെ തുളസിക്ക് പകരം ഞാൻ ഈ ഒരു ഇതാണ് തലയിൽ യൂസ് ചെയ്യുന്നത്. കാരണം തുളസി ഇവിടെ അധികം ഇവിടെ കിട്ടാനില്ല. പിന്നെ അതുമല്ല ഇങ്ങനെ മാല ഉണ്ടാക്കാൻ കുറച്ച് തോന വേണമല്ലോ, അപ്പം അധികം ഇല്ലാത്തതിനോട് ഞാനിവിടെ ബൊക്കയിൽ വെക്കുന്നൊരു ചെടി ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ മാല പോലെ കെട്ടിയിട്ട് ഇങ്ങനെ തലയിൽ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. കാണാൻ എനിക്ക് നല്ല ഭംഗി ഉണ്ടായിരുന്നു. കാരണം എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. തുളസി വെക്കുന്നതിനായിട്ട് കുറച്ചും കൂടെ ഒരു പച്ച കളറും പിന്നെ ആ ഒരു ഭംഗി എനിക്ക് ഒരു ഫീൽ ചെയ്തത് ഈ ഒരു ഇതായിരുന്നു. അപ്പോൾ ഓണത്തിനാണ് ഞങ്ങളിങ്ങനെ അധികം ഇത് യൂസ് ചെയ്യൽ. കാരണം ഇങ്ങനെ പൂക്കളൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് പിന്നെ ഇനിയിപ്പോൾ വിഷുവിന് ഇപ്പോൾ ഒരു ഉപകാരമായി. അപ്പോൾ ഞാനതൊന്ന് ജസ്റ്റ് ഒന്ന് തലയിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ഔട്ട്ഫിറ്റ് വരുന്നത്. അപ്പോൾ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുകൊണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യും വേണം. പിന്നെയാണ് ഞാൻ വിചാരിച്ചത് ഏതാണ് ട്രഡീഷണൽ ലുക്കല്ലേ, അപ്പോൾ ഒരു ചന്ദനക്കുറിയുടെ കുറവുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഒരു ചന്ദനക്കുറി ആയിട്ടൊന്ന് തൊട്ടെടുക്കുന്നത്. ചന്ദനക്കുറി പറഞ്ഞാൽ ചന്ദനക്കുറി അല്ല, എന്തിലുള്ള ഫൗണ്ടേഷൻ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കണ്ട. കാരണം ഇനി ചന്ദനക്കുറിയും താഴെ പോയി കിടത്ത് വരുമ്പോൾ ഇതിനെ കുറച്ച് ടൈം ആവും. ഞാൻ ഫൗണ്ടേഷൻ വെച്ച് ജസ്റ്റ് ഒന്ന് തൊട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ലുക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും